പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥ വഹിക്കുകയാണ്. കർത്താവേ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം മുഴുവൻ ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിന്റെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ നോൻപ് കാലത്തിലൂടെയാണ് പോകുന്നത് അല്ലേ? ക്രിസ്മസിന് ഒരുക്കമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ്, പ്രായശ്ചിത്തത്തിൻ്റെ കാലമാണ്, സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. ഇത് മറക്കരുതേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. കർത്താവിൻ്റെ വെളിപാടുകളെ അനുഗ്രഹത്തെ അനുതാപമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യേശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതിൻ്റെ മുകളിലുള്ളതാണ് 1:18 വായിച്ച്. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പൊ അനുതപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും, ഐശ്വര്യം പ്രാപിക്കും. അപ്പൊ ബൈബിളിൽ അനുതാപത്തിനെയും അനുഗ്രഹത്തിനെയും കൂടി കൂട്ടിക്കെട്ടിരിക്കുക. അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ട് വരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുതാപം വലിച്ചോണ്ട് വരണതല്ല. കാര്യം അനുതാപം പോലും ദൈവമാണ് തരേണ്ടത്. അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു, പക്ഷെ അനുതാപം ആര് തരും? ദൈവം തരണം. അതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. അനുതാപം ദൈവം നൽകുന്നു. വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. മറുപടി പുസ്തകം 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവിടെ അനുതാപം നൽകുന്ന ആരാണ്? ദൈവമാണ്. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയണത് ഈ അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞാലും ഈ അനുതാപം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു.
ഇത് പറയുമ്പോൾ ഇതെന്താ പ്രത്യേകിച്ചിരിക്കണമെന്ന് തോന്നും, ഇതെല്ലാം അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പാലാത്ത കാര്യമാണിത്. കാര്യം എന്താണ്? ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപവും തോന്നത്തില്ല, ഒരു അനുതാപം തോന്നില്ല ചെറുക്ക്. എന്തെല്ലാമൊക്കെ അവര് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പൊ അവർക്ക് അനുതാപം തോന്നത്തില്ല. ചില ചില്ലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാൽ ഭയങ്കര അനുതാപം തോന്നും. എന്താ കാര്യം? അനുതാപം ദൈവം തരണത് കൊണ്ടാണ്. അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ? നമുക്ക് അനുതാപം കിട്ടാത്ത കൊണ്ടാ, ദൈവം തരാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് ഈ നിർമ്മലമായ ഹൃദയമെന്നെ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ എന്ന് അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവീദ് അനുതാപത്തിൻ്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണ്? എല്ലാം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന്. തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ്, തള്ളിക്കളയാതിരിക്കേണ്ടത് ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിലെ എല്ലാത്തിൻ്റെ സോഴ്സ്, എല്ലാത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ. അനുതാപത്തിലേക്ക് നയിക്കണതനുസരിച്ച് കൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തരളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റണതും, ദൈവത്തിന് നമ്മളെ ഇടപെടാൻ പറ്റണത്. അപ്പം എപ്പോഴും ഒരു മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് അയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം. പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വലിയ ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും, കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ? ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഒരുക്കമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. സങ്കീർത്തനം 119:32. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇത് നിസ്സാരമല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞിരിക്കണത്. അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത്, അങ്ങയുടെ വചനത്തിന്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും. എപ്പോഴാണ്? അങ്ങയെ ഉൾക്കൊള്ളാനും, അങ്ങയുടെ വചനം സ്വീകരിക്കാനും, വചനം അനുസരിക്കാനും, അങ്ങയുടെ വചനത്തിന് വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകുന്നതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത്. അപ്പം ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. ഇപ്പം ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ, പ്രാർത്ഥന കുറയുന്നുണ്ടോ, പശ്ചാത്താപം കുറയുന്നുണ്ടോ, അനുതാപം കുറയുന്നുണ്ടോ എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പയ്ക്കാണെങ്കിലും ദേഷ്യം വരും ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ. ഞാനതൊന്നും കാര്യമാക്കിയില്ല. പക്ഷേ അന്ന് ഒരു ദിവസം തലേന്ന് അച്ഛൻ്റെ കൂടെ തന്നെ പണിക്ക് പോകുന്ന ഒരു ചേട്ടൻ അന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ തന്നെ വേണം വല അടിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു ഈ കാര്യം. ഞാനപ്പോൾ പറഞ്ഞു കൃപാസനത്തിൽ പത്രം ഒരെണ്ണം കൊടുത്തു വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ മേടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും,
ഞാൻ പറഞ്ഞു അങ്കി ഒരു കാര്യം ചെയ്യ്, ചെറിയ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം ഉണ്ട്, നീ അത് അപ്പാടെ കൊന്തയിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അവൾ അതേപോലെ തന്നെ ചെയ്തു. അന്ന് തൊട്ട് എൻ്റെ അപ്പയ്ക്ക് പണിയുണ്ടായി. അന്ന് 6 ലക്ഷം രൂപയ്ക്ക് പണിയുണ്ടായി. പിന്നെ 10, 19 അങ്ങനെ 25 അങ്ങനെ അത്രയും പണി നൽകി മാതാവ് അനുഗ്രഹിച്ചു. വീടിൻ്റെ പണി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റി. തേപ്പും എല്ലാം കഴിഞ്ഞു. ഏകദേശം വൈറ്റ് വാഷ് വരെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കും പണി കൊടുത്തു. അങ്ങനെ അമ്മയും ജോലിക്ക് പോയിട്ട് ഞങ്ങൾക്കത് കുറച്ചൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് 7-ാം തീയതി കഴിഞ്ഞ് ഡിസംബർ മാസം 7-ാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർത്തു തരണേ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി ഞാൻ വീടിനെ പറ്റി ഞാൻ ചോദിക്കത്തില്ല. ഡിസംബർ മാസം ഈ 2022 കഴിഞ്ഞാൽ ഞാൻ ഇനി ചോദിക്കത്തില്ലെന്ന് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡിസംബർ 31-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിലും സപ്ലി ഉണ്ടായിരുന്നു. തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ആകാനായപ്പോഴായിരുന്നു ഞങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും മാത്സിനായിരുന്നു എനിക്ക് സപ്ലി വന്നത്. ഞാനിവിടെ സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിരുന്നു പഠിച്ചത്. BA എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ എക്സാം എഴുതിയപ്പോഴത്തേക്കും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഭയങ്കര ടഫായിരുന്നു. തേർഡ് സെമ്മ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന് എത്രയും ദയുള്ള മാതാവൊക്കെ എല്ലാം ചൊല്ലിയാണ് ഞാൻ ആൻസർ ചെയ്യുന്നതും അതിനുശേഷം ഞാൻ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതും. അങ്ങനെ ഡിഗ്രിക്ക് ഞങ്ങൾക്ക് 3 പേർക്കും തേർഡ് സെമ്മ് ഫുള്ള് നല്ല പാസ്സാക്കി തന്നു. ഇപ്പോൾ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അപ്പായും അമ്മയെ സഹായിക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് ഓർത്താണ് ഞാൻ നിന്നത്. അപ്പോൾ ഡിഗ്രി കൊണ്ട് തന്നെ ശ്രമിച്ചിരുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മുതിർന്നവരുടെ അവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ചെറിയൊരു കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഒരു കോഴ്സിനെ പറ്റി അറിയുകയും ഓൺലൈനായിട്ട് അതിന് ചേരുകയും ചെയ്തു. പക്ഷേ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ വണക്കമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിന് ചേർന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ജോലി വേണം, അതിന് വേണ്ടി മാത്രമേ എനിക്കൊരു കോഴ്സ് മാതാവ് തരാവൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൽ ചേർന്നു. സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇതായിട്ട് പഠിക്കാൻ പറ്റില്ല. 3 മാസത്തെ കോഴ്സ് 1 വർഷമായിട്ട് എനിക്ക് തീരുന്നുണ്ടായിരുന്നില്ല, പെൻഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് വിട്ടിട്ട് ജോലിക്ക് തന്നെ നോക്കാൻ വേണ്ടിയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ശ്രമിച്ചു. എന്ത് ജോലിക്കും പോകാമെന്നുള്ളൊരു മൈൻഡ് തന്നെ ആയി എനിക്ക് ഏറ്റവും അവസാനം. അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചൊരു ഇൻ്റർവ്യൂവിന് ചെന്നു, അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായി. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വരുന്നതിന് മുൻപായിട്ട് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപായിട്ട് തലേന്ന് രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഈ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ, ഒരു കോഴ്സും ശരിയായിട്ടില്ല, എടുത്ത കോഴ്സിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ കിടന്ന സമയത്ത് രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ വീട്ടിലേക്ക് കറക്റ്റ് എൻ്റെ വീടിൻ്റെ വഴിയെല്ലാം ഞാൻ കണ്ടു. അവിടെ ഒരു കന്യാസ്ത്രീ അമ്മ വന്നിട്ട് എൻ്റെ അമ്മേനോട് എന്തോ സംസാരിച്ചു, പക്ഷെ അതെന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഞാൻ അമ്മയുടെ പുറകിൽ ഞാനും എൻ്റെ ചേച്ചി നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ നീ എന്ത് ചെയ്യുവാന്ന് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നൊരു കോഴ്സ് എടുത്ത് പഠിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അത് ഓൺലൈനായിട്ട് പഠിക്കേണ്ട, നീ അത് ഓഫ്ലൈനായിട്ട് നീ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാൽ മതി, അതൊരു 3-4 പ്രാവശ്യം നീ പോയി പഠിക്കുമെന്ന് തന്നെ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് അത് പറയുകയും ചെയ്തു. ഞാനങ്ങനെ അത് കഴിഞ്ഞ് ഞാനതിന് ചേർന്നതിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അവിടെ വന്നാണ് നിന്നത്, ഇത്രയും തിരക്കായിരുന്നു. എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ചേർന്നപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി. ക്ലാസ് ടെസ്റ്റാൽ പോലും വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 24 പേരായിരുന്നു അവിടെ പഠിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തെ മെയിൻ എക്സാം 4 മണിക്കൂറായിരുന്നു എക്സാം. അപ്പോൾ OMR ഷീറ്റായിരുന്നു.
ഏകദേശം ഒരു 50 ക്വസ്റ്റ്യന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. 100 മാർക്കിനാണ് നമുക്ക് എഴുതേണ്ടത്. 100 മാർക്കിനാണ് നമുക്ക് എക്സാം. 70 മാർക്ക് നമ്മൾ മേടിക്കണം. ഞാൻ ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 10-15 മിനിറ്റ് ബാക്കിയുള്ളൂ എന്നാണ് മാം പറഞ്ഞത്. ഞാനപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഞാനിത് കറുപ്പിച്ച് വെച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ വരച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. ഞാനത് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 9 പേരായിരുന്നു ആകെ പാസ്സായത്. അതിൽ 3rd റാങ്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ ജോലിയുടെ കാര്യം, ഞാനത് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ തന്നെ വേക്കൻസിയൊക്കെ മൊത്തം വരുന്നത് ചെന്നൈ, ഹൈദരാബാദ് അവിടെയൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ ഇവിടെയെങ്ങും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എറണാകുളത്ത് മാത്രമാണ്, കാക്കനാട് ഇൻഫോ പാർക്ക് മാത്രമാണ് ഒരു കമ്പനി ഉള്ളതെന്നാണ് എന്നോട് ഞങ്ങളെ പഠിപ്പിച്ചത് ടീച്ചർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ തന്നെ കിട്ടണേന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനം ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് താലൂക്ക് ആശുപത്രിയിലൊക്കെ കൊടുക്കാനായി തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. പിന്നെ വൃദ്ധസദനം, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ കേന്ദ്രത്തിൽ എനിക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും എനിക്കവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും സന്തോഷിക്കാനൊക്കെ, അവരോട് വർത്തമാനങ്ങളൊക്കെ പറയാനൊക്കെ എനിക്ക് പറ്റി. ഞാനങ്ങനെ പോയി. അതിനുശേഷമാണ് എനിക്ക് ജോലിയുടെ കാര്യം ശരിയായത്. ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ എനിക്ക് ജോലിയുടെ ഇതിന് വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, അവിടെ അറ്റൻഡ് ചെയ്തു. ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം ഓൾറെഡി ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ അതിലും വലിയൊരു കമ്പനിയാണ് ഇത്. ആ പാട്ടിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയത്. എന്നാലും മാതാവിൻ്റെ കാശുരൂപം ഞാൻ പിടിച്ചിട്ടായിരുന്നു പോയത്. അവിടെ ചെന്നു, ഇൻ്റർവ്യൂവിന് ഞാൻ കയറി. ഒരു കോൺഫറൻസ് ഹാളിൽ ഇരുത്തി ആദ്യം തന്നെ അവർ. അപ്പോൾ സാറ് വരുന്ന നമുക്ക് ഒരു ചെറിയൊരു ക്ലാസ് പോലെ തന്നിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്തിട്ട് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ കയറി വന്നു, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നോട് അവരൊന്നും അങ്ങനെ വലുതായിട്ട് ചോദിച്ചിരുന്നില്ല. എന്നോട് ജസ്റ്റ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. പിന്നെ അവരുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തന്നു. ഞാൻ പഠിച്ചതിനെ സംബന്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് ചോദിച്ചില്ല. ഞാൻ വലുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല. ഞാൻ ഓൾറെഡി നേരത്തെ കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നെങ്കിലും ആ സമയത്ത് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ വന്ന് പെട്ടെന്ന് പോയതായിരുന്നു. അങ്ങനെ ഞാൻ പോയി. എനിക്ക് ഫസ്റ്റ് രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ റൗണ്ടിൽ സാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാം ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു, സെക്കൻഡ് റൗണ്ട് ഇത്തിരി ടഫാണ്, നമുക്കൊരു പാരഗ്രാഫ് തരും, അതിനെപ്പറ്റി നല്ലതുപോലെ പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ടെൻഷനായി ശരിക്കും. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ മാം പറഞ്ഞു, കുറച്ച് സമയമേ ഉള്ളൂ, മരിയനെ ഞങ്ങൾ സെലക്ട് ചെയ്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ 3 ആഴ്ചയായിട്ട് അവിടെ വർക്ക് ചെയ്യുവാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഈശോയും മാതാവും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ സഹോദരി കസിൻ, ആ ചേച്ചിക്ക് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ചേച്ചീനെ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ബീന എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. റോൾഡൻ എന്നാണ്. 2019 ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ 2ാമത്തെ സാക്ഷ്യമാണ് അമ്മയുടെ അൽത്താരയിൽ പറയുവാൻ അമ്മ കൃപ തന്നത്. ആവേ മരിയ. ഞാൻ മരിയ ഭക്തിയാണെങ്കിലും എനിക്ക് ഉടമ്പടി എടുത്തതിൽ കൂടുതലാണ് അമ്മയുടെ തുറവി വളരെയേറെ എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെയും ഉടമ്പടിയുടെയും സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും നയിച്ച അമ്മയുടെ മഹത്വത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം പറയുകയാണ്. 33 വയസ്സായിട്ടും വിവാഹം നടക്കാതെ മോൻ വളരെയേറെ ഭാരപ്പെട്ട അവസ്ഥയിലും ഞങ്ങൾക്ക് ഒത്തിരി വിവാഹം കടന്നു വരുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും വിവാഹമൊന്നും ശരിയാകാതെ വിവാഹം ഉറയ്ക്കുന്ന രീതിയായിട്ട് 2 സൈഡിൽ നിന്ന് റിപ്ലൈ ഇല്ലാതെ വളരെയേറെ അത് മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമായിരുന്നു. മോൻ വളരെയേറെ വിഷമിക്കുകയായിരുന്നു. അയാൾ സേഫ്റ്റി ഓഫീസറാണ്, മസ്കറ്റിലായിരുന്നു അന്നേരം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതെന്താ എനിക്ക് വിവാഹം നടക്കുന്നില്ലല്ലോ,
അപ്പോൾ പറഞ്ഞ അമ്മ നമ്മളെ സഹായിക്കും. വളരെയേറെ വേദനയിൽ കടന്നു പോയപ്പോഴും അമ്മ മാത്രമാണ് പുത്രൻ വഴി നമ്മുടെ കുടുംബങ്ങളിൽ വളരെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോഴും മോൻ വളരെ അതൊരു അവിശ്വാസമായിരുന്നു. കാര്യം അവൻ്റെ ആ പ്രായവും അതായിരുന്നുവല്ലോ. അപ്പോഴങ്ങനെ കടന്നു വരുന്ന സമയത്ത് പല വിവാഹങ്ങൾ കടന്നു വന്ന് മുടങ്ങിപ്പോകുന്ന സമയത്തും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരേറെ വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു സൃഷ്ടിച്ചത്. ഞങ്ങൾക്ക് 20 വർഷം കൊണ്ട് ഭവനം നഷ്ടപ്പെട്ടിരുന്നു. ഭവനമില്ലാത്തതിൻ്റെ കാരണമാണ് ഇവർക്ക് വിവാഹം നടക്കാത്തത്. ഭവനം ഉള്ളവർക്ക് പോലും വിവാഹം നടക്കുന്നില്ല, പിന്നെ ഇവർക്ക് എങ്ങനെ നടക്കും? നിങ്ങൾക്ക് ഭവനമായി തീർന്നേ വിവാഹം നടക്കുമെന്ന് പറഞ്ഞ് വളരെ പരിഹാസങ്ങളും വേദനകളും കടന്നു വന്ന സമയമായിരുന്നു. അമ്മയിലായിരുന്നു ആശ്രയിച്ചത്.